ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംഗാമികൾ അല്ലെങ്കിൽ കൺകറന്റ് രേഖകൾ എന്ന അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഗാമികൾ എന്ന് പറഞ്ഞാൽ സംഗമിക്കുന്ന ഉദ്ദേശം. ഓക്കെ, രണ്ടു രേഖകൾ ഇവർ സമാന്തരമാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ഇവിടെ രണ്ട് രേഖകൾ ഈ പോയിന്റിൽ കൂട്ടിമുട്ടും. അങ്ങനെ രണ്ട് രേഖകൾ ഇവിടെ പോകുന്നുണ്ട്, ഇവിടെ കൂട്ടിമുട്ടും. ഒരു തലത്തിലെ രണ്ടു രേഖകൾ ഒന്നുകിൽ അവർ സമാന്തരമായിരിക്കും, ഇല്ലെങ്കിൽ അവർ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കും. ഓക്കെ, ഇനി മൂന്ന് രേഖകളുടെ പ്രത്യേകതയാണ്. ഒരു തലത്തിലെ മൂന്ന് രേഖകൾ ഒന്നുകിൽ അവർ ഇങ്ങനെ സമാന്തരമായി പോകും, സമ അന്തരം, ഒരേ അന്തരത്തിൽ പോകും, അതാണ് സമാന്തരം. അപ്പോ ഇവർ കൂട്ടിമുട്ടില്ല ഒന്നുകിൽ സമാന്തരമാണെങ്കിൽ. ഓക്കെ, ഇനി ഒരു തരത്തിലെ മൂന്ന് ബിന്ദുക്കൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും, ഒരു ബിന്ദുവിൽ കൂടി മാത്രം കടന്നു പോകും. കേട്ടാ, ചിലപ്പോ എങ്ങനെ സംഭവിക്കും, ഒന്ന് രണ്ട് മൂന്ന് രേഖകളുണ്ട്, ഇത് രണ്ട് സമാന്തരം, ഇത് സമാന്തരമല്ലാതെ ബിന്ദു, ഈ രണ്ട് പോലെ. ചിലപ്പോ മൂന്ന് രേഖകൾ ഇവിടെയും ഇവിടെയും ഇവിടെ. അപ്പൊ ഒരു തരത്തിലെ മൂന്ന് ബിന്ദുക്കൾ ഒന്നുകിൽ സമാന്തരമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ തട്ടും, ഇല്ലെങ്കിൽ രണ്ട് ബിന്ദു, ഇല്ലെങ്കിൽ മൂന്ന്, പരമാവധി മൂന്ന് ബിന്ദുക്കളിൽ കൂടി കടന്നു. ഓക്കെ, സംഗാമികൾ എന്ന് പറഞ്ഞാൽ മൂന്നോ അതിൽ കൂടുതലോ, നാലോ അഞ്ചോ ആറോ മൂന്നോ അതിൽ കൂടുതലോ രേഖകൾ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ രേഖകളെയാണ് കൺകറന്റ് രേഖകൾ അല്ലെങ്കിൽ സംഗാമികൾ എന്ന് പറയും. ആ ബിന്ദുവിനെ സംഗമ ബിന്ദു എന്നും പറയും. ഓക്കെ, മൂന്ന് പേര, ഇനിയിപ്പോ പേര് നാലോ അഞ്ചോ ആയിക്കോട്ടെ, അവരൊക്കെ ഒരു ബിന്ദുവിൽ കടന്നു പോയിട്ടാണ് സംഗാമം. ഒരു ബിന്ദുവിലൂടെ എല്ലാവരും കടന്നു പോവുക, മൂന്നോ അതിൽ കൂടുതൽ, അതിനെയാണ് എന്താ പറയാ സംഗാമികൾ അല്ലെങ്കിൽ കൺകറന്റ് രേഖകൾ. ഓക്കെ, ഇതാണ് നോക്കാം. ഇത് മൂന്ന് രേഖകളാണ്, 1 2 3, മൂന്നെണ്ണം ഈ ബിന്ദുവിൽ കൂടി കടന്നു. ഇത് മൂന്നിൽ കൂടുതലുണ്ട്, മൂന്നിൽ കൂടുതൽ രേഖകൾ, മിനിമം മൂന്നെണ്ണം, കുറഞ്ഞത് മൂന്ന് രേഖകൾ, അതും ഒരു ബിന്ദുവിൽ കൂടി തന്നെ കടന്നു പോകണം. ഇതിനെയാണ് എന്താ പറയാ സംഗാമികൾ അല്ലെങ്കിൽ കൺകറന്റ് രേഖകൾ. ആ ബിന്ദുവിനെ സംഗമ ബിന്ദു എന്നും പറയും. ഓക്കെ, ഓക്കെ, ഒരു ത്രികോണത്തിലെ കോണുകളുടെ സമഭാജികൾ എന്താ പറയുമ്പോ ഇതാണ് ത്രികോണം. ത്രികോണം എല്ലാ കോണും 90 ഡിഗ്രി കുറവാണ് നീല ത്രികോണം. ഒരു കോൺ 90 ഡിഗ്രിയാണ് ഇതാ വട്ട ത്രികോണം. ഇതിൽ ഒരു കോൺ 90-ൽ കൂടുതലാണ് ബൃഹത് ത്രികോണം. ഓക്കെ, ഈ ത്രികോണം ഈ മൂന്ന് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് അല്ലെ ഏത് ത്രികോണത്തിൽ. ഒരു കോണിന്റെ സമഭാജി എന്ന് പറഞ്ഞാൽ ആ കോണിനെ സമമായിട്ട് വിഭജിക്കുക, നടുവിൽ കൂടി പോവുക, ആ വരയുടെ പേരാണ് സമഭാജി എന്ന് പറഞ്ഞാൽ ഈ കോൺ ഇതൊരു 60 ഡിഗ്രിയാണ് കരുതുക. ഓക്കെ, എങ്കിൽ ആ കോണിന്റെ നടുവിലൂടെ വര വെച്ചാൽ 30 വരും. ഇപ്പൊ ഇങ്ങനെ വരച്ചു, ഇത് ചെറുതും ഇതും വലുതുമാണ്. ചിലപ്പോ 45-ഉം 15-ഉം, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 45-ഉം 15-ഉം അങ്ങനെ വരും. നടുവിലൂടെ അല്ല, കുറച്ചുകൂടെ ഇങ്ങനെ മാറ്റിയാൽ ഇതൊന്ന് ചുരുങ്ങി 40 ആവും, ഇതൊന്ന് കൂടി 20 ആവും. ഒന്നുകൂടെ അങ്ങോട്ട് മാറ്റിയാൽ 35, 25 അല്ലെ. ഒന്നുകൂടി മാറ്റിയാൽ ചിലപ്പോ 34 ആവും, കൂടെ 26 ആവും. ഇതിന്റെ നടുവിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അളവുണ്ടാകും. കോണിന്റെ നടുവിലൂടെ പോവുക, അങ്ങനെ തുല്യമാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ കോണുകളായി വിഭജിക്കാൻ കഴിയുന്ന വരയുടെ പേരാണ് സമഭാജി. ഇത് 70 ഡിഗ്രിയാണ് എഴുതിക്കോ. 70ന്റെ പകുതി 35 അല്ലേ, 35 മുറിക്കാൻ കഴിവുള്ള വര. ഇത് 60-ന് 30, ഇതിന്റെ നടുവിൽ കൂടി പോകുന്ന വര. ഈ കോണിന്റെ നടുവിലൂടെ വര, ഈ കോണിന്റെ നടുവിലൂടെ ഈ രണ്ട് വരകളും കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ട. അതുപോലെ ഈ കോണിന്റെയും കോണിന്റെ സമഭാജി നടുവിലൂടെ വര. ഇവിടുന്ന് തന്നെ നടുവേന്ന് നോക്കുക. മൂന്ന്
കോണുകളുടെയും സമഭാജികളുടെ പ്രത്യേകത അവ സംഗാമികളായിരിക്കും. ഏത് ത്രികോണത്തിലെയും 3 കോണുണ്ടാവും. അതിന്റെയൊക്കെ നടുവിലൂടെ വരക്കുന്ന അതാണ് കോണിന്റെ സമഭാജി. കോണിന്റെ സമഭാജികൾ സംഗാമികളാണ്. ഈ ഒരു ബിന്ദുവിൽ കൂടി കണ്ടു. ഇതിനെ ഈ 3 രേഖകൾ സംഗാമികൾ എന്നാണ് ഒരു ബിന്ദുവിൽ കൂടെ കണ്ടു അല്ലെ. ഇത് ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ബിന്ദുവിന് 3 കോണിന്റെ സമഭാജികൾ സംഗാമികളാണ്. ആ സംഗമ ബിന്ദു എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രമാണ്. ഓക്കെ, അതിന് അന്തർവൃത്ത കേന്ദ്രം എന്ന് പറയും. ഞാൻ മറ്റൊരു ത്രികോണം വരച്ചത് ഇത് 90 ഡിഗ്രി അതിന്റെ നടുവിൽ കൂടെ വരച്ചു തീർക്കോ. ഇതിന്റെ നടുവിൽ കൂടെ വരെ വരക്കണം. ഈ കോണിന്റെ നടുവിലൂടെ വരച്ചു. ഇനി ഇതിന്റെ നടുവിലൂടെ ഇനി ഇതിന്റെ നടുവിലൂടെ 3 കോണിന്റെയും സമഭാജികൾ സംഗാമികളായിരിക്കും. ഒരു ബിന്ദുവിൽ കൂടി തന്നെയാണ് കണ്ടു, നടുവിൽ കൂടിയാണെങ്കിൽ കേട്ടോ. ഇതിനെ ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രം എന്ന് പറയും. ഇതിന്റെ ത്രികോണമാണ് സംഗാമികർക്ക. അതിന്റെ കോണിന്റെ സമഭാജി എടുക്കാം. കോണിന്റെ സമഭാജി മൂന്ന് കോണിന്റെയും സമഭാജികൾ ഒരേ ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോകും. ഇതിനെ ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രം എന്ന് പറയും. അത് ത്രികോണത്തിന്റെ അന്തർഭാഗം ഉള്ളിലായിരിക്കും. ഉള്ളിലല്ലേ, ഉള്ളിലായിരിക്കും എന്ത് ത്രികോണത്തിന്റെ എല്ലാ കോണുകളുടെ സമഭാജികൾ കൂട്ടിക്കൊള്ളും. അത് അന്തർവൃത്ത കേന്ദ്രം. ഓക്കെ, ഇതിനകത്ത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ ലംബ സമഭാജികൾ, നേരത്തെ നമ്മൾ ത്രികോണത്തിലെ കോണുകളുടെ സമഭാജികളാണ്. കോണുകളുടെ സമഭാജികളൊക്കെ സംഗാമികളാണ്. ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും. അതിനെ ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രം എന്ന് പറയും. അത് ആ ത്രികോണത്തിന്റെ ഉള്ളിലേക്ക് വ്യാപിക്കും. ഓക്കെ, ഇനി വശങ്ങളുടെ ലംബ സമഭാജികളാണ്. ലംബം എന്ന് പറഞ്ഞാൽ നേരെ 90 ഡിഗ്രിയിൽ പോവാം. 90 ഡിഗ്രിയിൽ പോകുന്ന ലംബം എന്ന് പറയാം. സമഭാജി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് കുടിക്കുക. അപ്പൊ ലംബ സമഭാജി പറഞ്ഞാൽ തുല്യമായിട്ട് 90 ഡിഗ്രി പോവാം. നടുവിലൂടെ 90 ഡിഗ്രി പോവാം. വശങ്ങളുടെയാണ്, വശങ്ങൾക്കാണ് ലംബ സമഭാജി. വശത്തിന്റെ നടുവിലൂടെ 90 ഡിഗ്രി വരയ്ക്കുന്നവരുടെ പേരാണ് ലംബ സമഭാജി. ഓക്കെ, ന്യൂന ത്രികോണം, മട്ട ത്രികോണം, ബൃഹത് ത്രികോണം, ഏകദേശം എല്ലാ ത്രികോണം ഉണ്ട് അല്ലെ. 3 വരച്ചില്ല. ഈ 3 കോണുകൾ 90 കുറവാണ്. ന്യൂന ത്രികോണം. വശങ്ങളുടെ ലംബ സമഭാജി ഇത് 7, ഇത് 8, ഇതൊരു 9 വരും. ഇതിന്റെ ലംബ സമഭാജി എന്ന് പറയുന്നത്, ഒരു വശത്തിന്റെ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ ആ വശത്തിന്റെ നടുവിലൂടെ ലംബമായിട്ട് പോകും. അപ്പൊ ഇതിന്റെ ലംബ സമഭാജികൾ വരക്കണം. ഇതിന്റെ ലംബ സമഭാജി എന്നാൽ ഈ വശത്തിന് നടുവുണ്ടാവും, അതിലൂടെ 90 ഡിഗ്രി വരും. ഇതിന്റെ നടുവാണ് കരുതിക്കൊണ്ടത്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ വരക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ വരക്കാം അല്ലെ. പക്ഷെ അതിൽ ഒരു വരെ മാത്രമേ 90 ഡിഗ്രി പോകുന്നുണ്ടാവുള്ളൂ. അതിനെയാണ് ലംബ സമഭാജി എന്ന് പറയുന്നത്. ഓക്കെ, നടുവിലൂടെ 90 ഡിഗ്രി വരക്കുന്ന വര. ഈ വശത്തിന്റെ ലംബസമാജി. ഇനി ആ വശത്തിന്റെ ലംബസമാജി അതിന്റെ നടുവിലൂടെ വരക്കണം. അതിന്റെ അളവ് പറയുന്നില്ല. ഒരു വശത്തിന്റെ ലംബസമവാജി വരക്കാൻ അതിന്റെ അളവ് എത്രയെന്ന് അറിയേണ്ട ആവശ്യമില്ല. നടുവ് എത്രയാണ് 90 ഡിഗ്രി എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത്രേ ഉള്ളൂ. ഇവിടെ കോമ്പസ് കുത്ത. ഈ വശത്തിന്റെ ലംബസമവാജി വരക്കാൻ എത്ര പണുള്ളൂ. ഇവിടെ കോമ്പസ് കുത്ത. ഇതിന്റെ പകുതിയിലേറെ എടുക്കണം. അവിടെ കോമ്പസ് കുത്തിയിട്ട് ഇതിപ്പോ പകുതിയിൽ കുറവാണ്. പകുതിയിലേറെ എത്ര എടുക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാപങ്ങൾ വരയ്ക്കും. ഇനി ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചാപങ്ങൾ വരും. ആ 2 ചാപങ്ങൾ കൂട്ടിമുട്ടിയ പനിങ്ങനെ വരും. ഈ 2 ചാപങ്ങൾ കൂട്ടിമുട്ടിയ പോയിന്റുകൾ യോജിപ്പിച്ചാൽ നമുക്ക് ആ വശത്തിന്റെ എന്ത് കിട്ടും,
ലംബ സമവാക്യം. നടുവിൽ കൂടെ തന്നെയാണ് പോവാ, 90 അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ശരിക്ക് ലംബ സമവാക്യം വെച്ചാൽ ഈ വശത്തിന് ലംബ. ഇനി ഈ വശത്തിന് ലംബ സമവാക്യം വരയ്ക്കുക. ഇവിടെ കോമ്പസ് കുത്തുക, പകുതിയാണ് എടുക്കുക, രണ്ട് ഭാഗത്തേക്കും ചാപങ്ങൾ. ഇവിടെ കുത്തിയിട്ടും രണ്ട് ഭാഗത്തേക്കും ചാപങ്ങൾ വരച്ചിട്ട് നീട്ടിയാൽ നമുക്ക് ലംബ സമവാക്യം കിട്ടും. കണ്ടോ, ഈ മൂന്ന് വശം കൊണ്ട് ലംബ സമവാക്യം ഒരു ബിന്ദുവിൽ കൂടിയാണ് കടന്നത്. ഓക്കെ, അപ്പോ വശം കൊണ്ട് ലംബ സമവാക്യങ്ങള് സംഗമിക്കുന്നുണ്ട് ഒരു ബിന്ദു, സംഗാമികളാണ്. ഇതിനെ ഈ ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയാം. നേരത്തെ പറഞ്ഞത് കോണിന്റെ സമവാക്യം അത് അന്തർവൃത്ത കേന്ദ്രം, അത് ത്രികോണത്തിനുള്ളിലായിരുന്നു. ഇത് എപ്പോഴും ഉള്ളിലാവുന്നില്ല, ഇപ്പൊ ഉള്ളിലാണ് വരിക. ഇനി ഇത് എളുപ്പം മനസ്സിലാവും, ഇത് പരിവൃത്ത കേന്ദ്രം. ഓക്കെ, ഇനി ഇതിന്റെ ലംബ സമവാക്യം. ഈ വശത്തിന് ലംബ സമവാക്യം എടുക്കുക, ഇതിന്റെ നടുവിൽ കോമ്പസ് കുത്തിയിട്ട് സോറി ഈ വശത്തിന്റെ നടുവിൽ കൂടെ 90 ഡിഗ്രി പോകുന്ന വരെ, അതാണ് ലംബ സമവാക്യം. നടുവിലൂടെ 90 ഡിഗ്രി, ഈ വശത്തിന്റെ നടുവിലൂടെ 90 ഡിഗ്രി. ഈ വശത്തിന്റെ നടുവിലൂടെ 90 ഡിഗ്രി. ഇവ മൂന്നും ഒരു വശത്തിന്റെ ഈ വശത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോവാം. മൂന്ന് വശം ലംബ സമവാക്യങ്ങൾ ഈ വശത്തിന്റെ നടുവിലൂടെ കടന്നു പോകും. എന്നാൽ അത് മൂന്നും ഇവിടെ കൂട്ടിമുട്ടും, സംഗാമികളാണ്. ഓക്കെ, ഇത് ത്രികോണത്തിനുള്ളിൽ കൂട്ടിമുട്ടും, ഇത് ത്രികോണത്തിന്റെ വശത്തിന്. മട്ട ത്രികോണാണെങ്കിൽ കർണത്തിന്റെ നടുവിലാണ് കൂട്ടിമുട്ടുക. കറക്റ്റ് വരച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ, ഇനി ബൃഹത് ത്രികോണത്തിന്റെ ലംബ സമവാക്യം എടുക്കാം. ഈ വശത്തിന്റെ വരക്കൊന്നുമില്ല, അതിന്റെ വരച്ചു. ഇതിന്റെ വരക്ക ഏകദേശം നടുവില് വരക്കാം. അടുത്തത് ഈ വശത്തിന് ഇതിന്റെ അതിന്റെ നടുവിൽ കൂടെ 90 ഡിഗ്രി വരക്കട്ടാ, കറക്റ്റ് കിട്ടും. ഈ വശത്തിന്റെ ലംബ സമവാക്യം ഇതിന്റെ വരച്ചത് മൂന്നും ഇവിടെ കൂട്ടും. ഇതിന്റെ ലംബ സമവാക്യം വെച്ചു, ഇതിന്റെ ലംബ സമവാക്യം ഇങ്ങനെ, ഇതിന്റെ ലംബ സമവാക്യം ഇങ്ങനെ വെച്ചു. മൂന്നും കൂട്ടിമുട്ടും. മൂന്നും വൃത്തത്തിന്റെ ത്രികോണത്തിന്റെ പുറത്താണ് കൂട്ടിമുട്ടും. സംഗാമികളാണ്. ഇതിനെ ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം എന്നാ പറയാം. ഓക്കെ, ഈ മൂന്ന് ശീർഷത്തിൽ തട്ടി വൃത്തം വരക്കാൻ പറ്റും. ഇവിടെ കോമ്പസ് കുത്തി 3 വൃത്തത്തിൽ തട്ടി വരക്കാൻ പറ്റും, 3 ശീർഷത്തിൽ. ഇവിടെ കോമ്പസ് കുത്തി 3 ശീർഷത്തിൽ തട്ടി വൃത്തം വരക്കാൻ പറ്റും. ഇതിനെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയും. ഓക്കെ, അപ്പൊ കോണിന്റെ സമവാക്യങ്ങള് സംഗാമികളാണ് കൂട്ടിമുട്ടുന്നത്, അന്തർവൃത്ത കേന്ദ്രം. വശം കൊണ്ട് ലംബ സമവാക്യം കൂട്ടിമുട്ടുന്നത് വൃത്തത്തിന്റെ ത്രികോണത്തിന്റെ ഉള്ളിൽ വരാം, പുറത്തു വരാം, ത്രികോണത്തിലേക്ക് വരാം. അതിനെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കാം. ന്യൂന ത്രികോണം ബൃഹത് മട്ട ത്രികോണം ബൃഹത് ത്രികോണം. ന്യൂന ത്രികോണം ബൃഹത് മട്ട ത്രികോണം ബൃഹത് ത്രികോണം. ന്യൂന ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന്റെ ഉള്ളിലായിരിക്കും. മട്ട ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദു. ബൃഹത് ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന്റെ ബഹിർഭാഗത്ത്, പുറം ഭാഗത്തായിരിക്കും. ഓക്കെ, ഓക്കെ. അടുത്തത് ഒരു ത്രികോണത്തിന്റെ ഉന്നതികൾ. കോണിന്റെ സമവാക്യം പറഞ്ഞു, വശങ്ങളുടെ ലംബ സമവാക്യം ഈ ത്രികോണത്തിന്റെ ഉന്നതികൾ. ഉന്നതി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരക്കുന്ന പറഞ്ഞു. ന്യൂന ത്രികോണം, മട്ട ത്രികോണം, ബൃഹത് ത്രികോണം. ഇതിന്റെ ഉന്നതികൾ വരക്കണം. ഉന്നതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരക്കുക. ഈ വശത്തിന്റെ എവിടേക്കാണ് 90 ഡിഗ്രി, അവിടേക്കാണ് ഉന്നതി വരാം. നടുവിലേക്ക് എന്നല്ല, എവിടേക്കും വരാം. 90 ഡിഗ്രി എവിടെയാണ്? ഈ വശത്തിന്റെ ഈ നിൽക്കാം. ഇവിടുന്ന് ഇങ്ങനെ വെച്ചാൽ ഇവിടെ 90 ഡിഗ്രി ആവാം. അല്ല, 90 ഡിഗ്രി ആവുന്ന സ്ഥലം കണ്ടെത്താം. 90 ഡിഗ്രി ആവുന്ന സ്ഥലം കണ്ടെത്താം. ഇത് 90 ഉറപ്പാണെങ്കിൽ ഈ വശത്തേക്കുള്ള ഉന്നതിയാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ആ വശത്തേക്കുള്ള ഉന്നതി ഇവിടുന്ന് വരണം. ഇവിടുന്ന് അവിടെ എവിടേക്കാണ് 90 ഡിഗ്രി അവർക്ക്? അത് അവിടെ വെച്ചു. 90 ഡിഗ്രി കൂടുതലാണോ കുറവാണോ നോക്കുക. കറക്റ്റ് 90 ഡിഗ്രി ആവുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് വരും. 90 ഡിഗ്രിയാണ്. ഇതാണ് ഈ വശത്തിന്റെ അതിലേക്കുള്ള ഉന്നതി. ഇനി ഈ വശത്തേക്കുള്ള ഉന്നതി വെച്ചാൽ അത് ഈ ബിന്ദുവിൽ കൂടെ തന്നെയാണ് കടന്നു പോവുക.
90 ഡിഗ്രി. ഈ വരച്ചിരിക്കുന്നത് ഇതിലേക്കുള്ള ഉന്നതി, അതിലേക്കുള്ള ഉന്നതിയും 3 വശത്തിലേക്കും ഉന്നതികൾ വരച്ചിരിക്കുന്നു. ഈ ഉന്നതികൾ ഒരു ബിന്ദുവിൽ, ഒരേ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും. ഇതിനെ ഈ ത്രികോണത്തിന്റെ ഓർത്തോ സെന്റർ എന്ന് പറയും. ഓർത്തോ സെന്റർ. ഓക്കെ, പറയാം. ഇതിനെ ഓർത്തോ സെന്റർ. അപ്പൊ അടുത്ത മട്ട ത്രികോണം ഉന്നതികളാണ് വരക്കുന്നത്. ഉന്നതി വരക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശീർഷത്തിൽ നിന്നും എതിർവശത്തേക്ക് 90 ഡിഗ്രി എവിടേക്കാണോ അവിടേക്കാണ്. ഓക്കെ, ഇവിടെ നിന്ന് വരക്കണം, പിന്നെ ഇവിടുന്ന് വരക്കണം, ഇവിടുന്ന് വരക്കണം. നമ്മൾ ഇവിടുന്ന് വരച്ചു, ഇതിലേക്ക് 90 എവിടേക്ക് വരണം അവിടേക്ക്. പിന്നെ ഈ വശത്തേക്ക് ഇവിടുന്ന് 90 വരച്ചു, പിന്നെ ഈ വശത്തേക്ക് ഇവിടുന്ന്. ഓരോ ശീർഷത്തിൽ നിന്നും എതിർവശത്തേക്ക് 90 വരച്ചു. ഇവിടെ ഓൾറെഡി 90 ഡിഗ്രിയാണ്. ഈ 2 വശങ്ങൾ 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഈ വശത്തേക്ക് 90 ഡിഗ്രി വരുന്നത് മറ്റെവിടേക്കുമല്ല, അത് ഇവിടേക്കുമാണ്. എന്ന് പറഞ്ഞാൽ ഈ വശത്തിന്റെ ഇതിലേക്കുള്ള ഉന്നതി ഇവിടുന്ന് വരച്ചാൽ അത് ഈ വശത്തിന് കൂടെ തന്നെ വരിക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഉന്നതി വെച്ചാൽ അത് വരുന്നോ ഈ വശം തന്നെയാണ്. അതങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് വെച്ചു. ഓക്കെ, ഇനി ഈ വശത്തേക്കുള്ള ഉന്നതി അത് വരച്ചു. ഇനി ഈ വശത്തേക്ക് ഉന്നതി ഇവിടേക്ക് ഉന്നതി വരയ്ക്കാം, അവിടുന്ന് വരണം അല്ലെ. ഇവർ തമ്മിൽ 90 ഉണ്ടാക്കണമെങ്കിൽ ഈ വശത്തിൽ ഇത് ഉന്നതിയാണ്, ആ വശത്ത് ഇത് ഉന്നതിയാണ്. അപ്പോ ഇവിടുന്ന് ഉന്നതി വരച്ചാൽ അത് ഇങ്ങോട്ടൊന്നും 90 ആവില്ല, 90 വിളിക്കാണ്. അപ്പോ ഈ വരച്ചിരിക്കുന്നത് തന്നെയാണ്, ഈ വര തന്നെയാണ് അതിന്റെ ഉന്നതിയായിട്ട്. എങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇത് ഇങ്ങനെ ഉന്നതി ഇങ്ങോട്ട് ഇറങ്ങും. ഇവന്റെ ഉന്നതി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇനി ഇവന്റെ ഉന്നതിയാണ്. ഇവിടുന്ന് ഉന്നതി വരച്ചാൽ ഇവിടുന്നാണ് വരക്കണം. അപ്പൊ ഈ പോയിന്റ് കൂട്ടി തന്നെ പോലെ. അപ്പൊ ഇവിടുന്ന് വരക്കണം, അവിടെ 90 സ്ഥലത്ത്. അവിടെ 90 ആയാലും ഇതൊരു ഉന്നതിയാണ്. 2 വശങ്ങൾ ഉന്നതികളായി മാറും. മൂന്നാമത്തത് അങ്ങനെ വരക്കും. മട്ട ത്രികോണത്തിന്റെ ഉന്നതികൾ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു അത് മട്ട കോണുള്ള ശീർഷത്തിൽ തന്നെയായിരിക്കും. ഉന്നതികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ഓർത്തോ സെന്റർ എന്ന് പറയും. ആ ഓർത്തോ സെന്റർ മട്ട ത്രികോണത്തിന് ഏതായിരിക്കും? മട്ട കോണുള്ള ശീർഷം തന്നെയായിരിക്കും. ന്യൂന ത്രികോണാണെങ്കിൽ ഉള്ളിലാണ് വരിക. ഇത് ത്രികോണത്തിന്റെ ഉള്ളിലല്ല, പുറത്തല്ല. എവിടെയാ? കർണത്തിന് മട്ട കോണിൽ വരുന്ന ആ വരുന്ന ശീർഷം, കർണത്തിന്റെ എതിർ വരുന്ന ശീർഷത്തിലാണ് വരിക. ഇത് ഉള്ളിലാണ് വരിക. ഓക്കെ, ഇതാണ് സെന്റർ പോയിന്റ്. ഇനി ഇതിൽ ഈ വശത്തിന്റെ വരക്കാം 90 ഡിഗ്രി, ഇതിന്റെ 90 ഡിഗ്രി. ഈ വശത്തിന്റെ വരക്കാം അല്ലെ, ഈ വശത്തിന്റെ വരക്കാണ് 90 ഡിഗ്രി. ഈ വശത്തിന്റെ വരക്കാം, ഇവിടെ വരക്കാം, ഇവിടുന്ന് വരക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് 90 വരണമെങ്കിൽ എവിടേക്ക് വരച്ചാലും 90 ആവില്ല. ഈ വശത്തേക്ക് ഇവിടുന്ന് എങ്ങനെ 90 വരക്കാം? 90 കൂടുതലാണ്. ഇവിടുന്ന് ഈ വശത്തേക്ക് 90 വരച്ചാൽ അത് ഈ വശത്തൊന്നും എത്തൂല. അത് ഈ വശം ഞാൻ നീട്ടിയില്ല. ഇത് ഇങ്ങനെ കരുതുക. ഇവിടേക്ക് 90 വരക്കാൻ വരാം, നിങ്ങൾ നീട്ടി കരുതുക. ഇനി ഇവിടുന്ന് 90 ഇങ്ങോട്ട് ഇറക്കുക. പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കേട്ടാ കേട്ടാ. ഈ വശത്തേക്കുള്ള 90 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ വരും, നേരെ ഇങ്ങോട്ടായിട്ട് വരാം. ഇനി ഈ വശത്തേക്ക് 90 ഡിഗ്രി വരക്കണം. ഇതിനെ നമ്മൾ വെച്ചു, ഇതിലേക്ക് 90 ഡിഗ്രി ഓടുന്നു. ഇനി ഇതിലേക്ക് 90 ഡിഗ്രി ഇവിടുന്ന് വരണം. ഓക്കെ, ഇതിലേക്ക് 90 ഡിഗ്രി എന്നാ ഇങ്ങനെ തന്നെ വരാം. നേരെ ആ വശം, ഈ വശത്തേക്കാണ് 90 ഡിഗ്രി വരുന്നത് അല്ലെ. ഈ വശത്തേക്ക് 90 ഡിഗ്രി വരുന്ന സ്ഥലം കണ്ടെത്താൻ എന്ത് ചെയ്യാം? ഇതാണ് ശീർഷം. ഇവിടുന്ന് ഈ വശം ഇങ്ങനെ ഇവിടേക്ക് ആലോചിക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് ആലോചിക്കുക. ഈ വശം ഇങ്ങനെ ഇങ്ങോട്ട് വരക്കട്ടാ. ഇവിടുന്ന് 90 ഇങ്ങോട്ട് ഉണ്ടാവില്ല. ഇവിടുന്ന് എവിടേക്കാണ് 90 കണ്ടാ. ഇതങ്ങനെ നീട്ടിയത്. ഈ വശത്തേക്ക് ഇവിടുന്ന് 90 പറ്റില്ല. അപ്പൊ കുറച്ച് നീട്ടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചത് 90. പിന്നെ നമ്മൾ ഈ വശത്തേക്ക് 90 വെച്ചു ഇവിടുന്ന്. അത് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അത് താഴോട്ട് വരും, ഇങ്ങനെ താഴോട്ട് വരും. ഇനി ആ വശത്തേക്കാണ് 90 ഡിഗ്രി. ഇവിടുന്ന് ആ വശത്തേക്ക് 90 ഡിഗ്രി നമുക്ക് സിമ്പിൾ ആയിട്ട് വെക്കാം. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടുക, ഇത് 3 നീട്ടുക. ഈ ഒരു ഉന്നതി ഇങ്ങനെ വരട്ടെ, ഈ ഉന്നതി ഇങ്ങനെ,
ഈ മൂന്ന് ഉന്നതികളും കൂട്ടിമുട്ടും ത്രികോണത്തിന്റെ പുറത്താണ് പോകുന്നത്. ഇതാണ് ഓർത്തോ സെന്റർ. ബൃഹത് ത്രികോണത്തിന്റെ ഓർത്തോ സെന്റർ ത്രികോണത്തിന്റെ പുറത്തായിരിക്കും. ന്യൂന ത്രികോണത്തിന്റെ ഓർത്തോ സെന്റർ ത്രികോണത്തിന്റെ ഉള്ളിലാണ്. മട്ട ത്രികോണത്തിന്റെ ഓർത്തോ സെന്ററോ കർണത്തിന് ഓപ്പോസിറ്റ് 90 ഡിഗ്രി ശീർഷല്ലേ അവിടെയായിരിക്കും. ഓക്കെ, അടുത്തതാ ഒരു ത്രികോണത്തിന്റെ മധ്യമങ്ങൾ നടുവിലേക്ക് വരക്കണം. നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രം പറഞ്ഞു, പരിവൃത്ത കേന്ദ്രം പറഞ്ഞു, പിന്നെ ഓർത്തോ സെന്റർ പറഞ്ഞു. ഇത് മധ്യമം അല്ലെങ്കിൽ സെൻട്രോയിഡ് ആണ്. ഇവിടുന്ന് ഈ വശം നടുവ്, ഓരോ വശം നടുവിലേക്ക് നടു തീരുമാനിക്കുക. നടു ഈ മൂന്ന് വശങ്ങളിലേക്കും മധ്യമങ്ങൾ നടുവിലേക്ക് വരച്ചിരിക്കും. ഈ നടുവിലേക്ക് വരച്ചാൽ ഇത് 2:1 ആയിട്ട് മുറിയും. ഇത് വലുത് തന്നെ പകുതി. ഇത് എത്ര അതിന്റെ പകുതി ആയിട്ട് 2:1 മുറിയും. 2:1. ഇതില് ഇത് 2 ഇത് മൊത്തം 6 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതിൽ 4 ഇത് 2. ഇത് മൊത്തം 3 ആണെങ്കിൽ 2 1 2:1 മധ്യമങ്ങൾ മുറിയും. ഇതിനെയാണ് 3 രേഖകളും കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദുവല്ലേ, ഇതിനെ സംഗാമികളാണിത്. ഇതിനെ കേന്ദ്രകം എന്ന് പറയും, അല്ലെങ്കിൽ സെൻട്രോയിഡ്. കേന്ദ്രകം അല്ലെങ്കിൽ സെൻട്രോയിഡ്. ഓക്കെ, ഇനി ഈ വശത്തിന്റെ നടു എടുക്കാം, വരക്കാം. ഇവിടുന്ന് ആ നടു എടുക്കാം. ഇനി ഇവിടുന്ന് നടുവിലേക്ക്, ഇനി ഇവിടുന്ന് നടുവിലേക്ക്. മൂന്ന് വശങ്ങളുടെ നടുവിലേക്ക് വരച്ചു. ഇത് 2:1 2:1 കത്തിയത്. ഇതിനെയാണ് ഈ ബിന്ദു സംഗാമികളാണ് കേട്ടോ. മൂന്നും ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും. ഇതിനെ സെൻട്രോയിഡ് അല്ലെങ്കിൽ കേന്ദ്രകം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത്. മൂന്ന് വശത്തിന്റെ നടുവിലേക്ക് വരട്ടോ. ഇവിടെ നടുവിലേക്ക് വരാം. നടുവിലേക്ക് വരച്ചു. അടുത്ത ഈ വശത്തിന്റെ നടുവിലേക്ക് അടുത്ത ഈ വശത്തിന്റെ നടുവിലേക്ക് കാണാ. ഇതിന്റെ ഇരട്ടി ഉണ്ടാവും, ഇതിന്റെ ഇരട്ടി ഉണ്ടാവും, ഇതിന്റെ ഇരട്ടി ഉണ്ടാവും, ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. ഇപ്പൊ 2:1 മധ്യമങ്ങള് പട്ടിക. ഓക്കെ, ഏത് ത്രികോണത്തിന്റെയും നടുവിലേക്ക് വരച്ചാൽ കിട്ടുന്ന, നടുവിലേക്കാണ് വരക്കുന്നത്. ആ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും. ആ ബിന്ദു സംഗമ ബിന്ദുവാണ്. അതുകൊണ്ട് സംഗാമികളാണ് ഈ 3 രേഖകൾ. ഇതിനെ മധ്യമങ്ങൾ അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഏത് ത്രികോണത്തിന്റെയും കോണുകളുടെ സമഭാജികൾ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും, സംഗാമികളാണ്. അതിനെ ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രമാണ്. അത് എല്ലാ ത്രികോണത്തിന്റെ ഉള്ളിലാണ് ആ ബിന്ദുവിൽ. പിന്നെ പറഞ്ഞത് വശങ്ങളുടെ ലംബ സമഭാജികൾ, അത് മൂന്നും ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും, സംഗാമിയാണ്. ആ ബിന്ദുവിനെ പരിവൃത്ത കേന്ദ്രം പറയും. മട്ട ത്രികോണം, ന്യൂന ത്രികോണം, ബൃഹത് ത്രികോണം ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും അതിന്റെ കേന്ദ്രത്തിൽ, അതിന്റെ ആ ബിന്ദുവിന്. ന്യൂന ത്രികോണാണെങ്കിൽ പരിവൃത്ത കേന്ദ്രം ഉള്ളിലാണ് ത്രികോണത്തിന്. മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ നടുവിൽ, കർണത്തിന്റെ മധ്യബിന്ദുവിൽ. ബൃഹത് ത്രികോണാണെങ്കിൽ ത്രികോണത്തിന്റെ പുറത്ത്. പിന്നെ പറഞ്ഞത് ഉന്നതികളാണ്. 90 ഡിഗ്രിയിൽ ഇങ്ങനെ വരക്കാം, നടുവിലേക്കല്ല, ഉന്നതികൾ വരക്കാം. അങ്ങനെ 90 ഡിഗ്രി വെച്ചാൽ അത് 3 ബിന്ദുക്കളും 3 രേഖകളും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടും. അത് സംഗാമിയാണ്. അതിനെ ഓർത്തോ സെന്റർ എന്ന് പറയും. ഓക്കെ, അത് ന്യൂന ത്രികോണാണെങ്കിൽ ഉള്ളിൽ വരും, ബൃഹത് ത്രികോണാണെങ്കിൽ പുറത്ത്, മട്ട ത്രികോണാണെങ്കിൽ കർണത്തിന്റെ 90 ഡിഗ്രി വരുന്ന ആ ശീർഷത്തിലാണ് വരും. ഓക്കെ, ഇപ്പൊ മധ്യമങ്ങൾ പറഞ്ഞു. നടുവിലേക്ക് വരക്കുക, 2:1 ആ രേഖകൾ കൂട്ടിമുട്ടുക, അത് സംഗാമികളാണ്. അതിനെ മധ്യമം അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയും, അതും സംഗാമികളാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോന്നിനും ചിത്രം വരച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിരിക്കും. അതോടുകൂടി നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ് നമ്മൾ ഉടനെ തിരിച്ചു. ഓക്കെ.
ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ അടുത്ത സെക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.